നമ്മുടെ വീട്ടിൽ മരിച്ചുപോയ പൂർവികർ നമുക്ക് ഒരുപാടുണ്ട്. എന്നാൽ മരിച്ചുപോയ പൂർവികർ എല്ലാവരും മോക്ഷത്തിലോട്ട് എത്തിയോ? നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, നമ്മുടെ അപ്പൂപ്പൻ, അമ്മൂമ്മ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ തുടങ്ങിയ ആൾക്കാരെല്ലാം, നമ്മുടെ കൂട്ടുകാർ, നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിനോട്, നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മരണങ്ങളും മോക്ഷത്തിലോട്ട് എത്തിയിട്ടില്ല. എന്തുകൊണ്ട് അവർ മോക്ഷത്തിലോട്ട് എത്തിയില്ല? നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചു പോയെന്ന് കരുതുക. അവരുടെ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത് ആരായിരിക്കും? അവരുടെ മക്കൾ ആരെങ്കിലും ആയിരിക്കും. എല്ലാ പേരൻസിനോടും എല്ലാ മക്കൾക്കും സ്നേഹമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉപദ്രവിച്ച് കാണാം, സപ്പോർട്ട് ചെയ്തിട്ട് ഇല്ലായിരിക്കാം, ചിലപ്പോൾ വാശിപ്പുറത്ത്, ചിലപ്പോൾ സ്ഥലം എഴുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്ത് വേണമെങ്കിലും ആവാം. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു അമ്മൂമ്മ മരിച്ചു പോയി എന്ന് കരുതുക. ആ അമ്മൂമ്മ ആരോട് സ്നേഹമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, പക്ഷെ മരണപ്പെട്ടു പോയല്ലോ. മക്കൾ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയില്ലാതെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത് അങ്ങ് കളയും. പുള്ളിയാറ്റിനെ അവിടെ കൊണ്ട് അടക്കം ചെയ്യുകയോ കത്തിച്ച് കളയുകയോ ചെയ്യും. ഇതല്ലേ സംഭവിക്കുന്നത്. മരണപ്പെട്ട പല ആത്മാക്കളും അവർ മോക്ഷത്തിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചില പ്രാർത്ഥനകളും ചില കർമ്മങ്ങളും നമ്മൾ നിത്യം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലാണ് അവർ ആ മോക്ഷത്തിലോട്ട് പിന്നെയും പിന്നെ ഉയർന്ന തലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി ജീവിച്ചു വന്ന സാഹചര്യമാണ് ആ വ്യക്തിയെ എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മുടെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളോ ഒരു തരത്തിലുള്ള സ്നേഹമോ ഒരു തരത്തിലുള്ള ഒന്നും അനുഭവിക്കാതെ വന്ന മനുഷ്യരായിരിക്കാം. പഴയ തലമുറയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുന്ന മനുഷ്യർക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ പൂർവികർ എന്താണ് അവരോട് ചെയ്തത് അത് തന്നെയായിരിക്കും അവർ ചെയ്യുന്നത്. കാരണം എന്താ? അവരന്ന് ചെയ്തതാണ് ശരിയെന്നാണ് ഇവരന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തല്ലി 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 പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ മക്കൾക്ക് എന്ത് പറ്റും? വൈരാഗ്യബുദ്ധി വരും. അവർ ശത്രുക്കളായിട്ട് മാറുമ്പോൾ മരിച്ചു, എങ്ങനെയെങ്കിലും മരിച്ച് നന്നായി എന്നുള്ള ചിന്തയിലോട്ട് ഒരു ഉറപ്പായിട്ടെത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു തരത്തിലും ഉയർച്ചയില്ല. കുറേ നീണ്ട വർഷങ്ങൾ 10, 40, 45ഓളം വയസ്സായി ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നതിന് ഒച്ചപ്പാടും വഴക്കും ബഹളവും കാര്യങ്ങളും. എന്നാൽ നല്ല കഴിവുണ്ട്, എല്ലാം ചെയ്യാനും പറ്റും, നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നടപടി ആവുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആ സ്പിരിച്വാലിറ്റി ഇല്ല ആ വ്യക്തിയെ സംബന്ധിച്ച്. കൺസൾട്ടേഷൻ വരുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു, ആ വ്യക്തിയുടെ എനർജിയും ആ വ്യക്തിയുടെ ശരീരത്തിലോ സൂക്ഷ്മ ശരീരത്തിലോ വേറെ ഇഷ്യൂസ് കാണുന്നില്ല. പക്ഷേ ഈ വ്യക്തിയുടെ എന്തൊരു കടമ കാണുന്നുണ്ട്. കടമ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അപ്പോൾ വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ പിന്നെ നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് നോക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ വ്യക്തിയുടെ അമ്മൂമ്മ, അച്ഛൻ്റെ അമ്മ, ഭയങ്കര ബന്ധമായിരുന്നു ഇവർ തമ്മിൽ. ചെറുപ്പത്തിൽ കുറച്ച് വർഷങ്ങൾ നോക്കിയിട്ടുള്ളൂ, പക്ഷേ ആ അമ്മൂമ്മയ്ക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ്. ആ അമ്മൂമ്മ മരിച്ചുപോയപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾ ചെയ്ത കർമ്മം ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ എന്തോ കൈയൊഴിയങ്ങ് ചെയ്തു, എന്തോ സംഭവിച്ച കൈയൊഴി ചെയ്തു. ഈ അമ്മയ്ക്ക് മോക്ഷം കിട്ടിയിട്ടില്ല. ഈ അമ്മയ്ക്ക് മോക്ഷം കിട്ടാതെ വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എല്ലാ സ്ഥലത്തും കയറി ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ ശല്യപ്പെടുത്തുന്നു, അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ വളർച്ചേനെ തടയുന്നു. കാരണം എന്താ? അമ്മയ്ക്ക് മോക്ഷം വേണം. നമ്മളൊരു മരുഭൂമിക്കൂടെ നടക്കുക, നമുക്ക് ഒരു തുള്ളി വെള്ളം വേണം. നമ്മുടെ മുന്നിൽ എന്താണോ കാണുന്നത് അത് നമ്മൾ തിന്നാനോ കുടിക്കാനോ ശ്രമിക്കും, കാരണം നമ്മൾ അബോധാവസ്ഥയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ്സ്, ആവശ്യം കൂടിയ അളവിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺസേൺ ഉണ്ടാവില്ല. അതായത് മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കില്ല, കാരണം നമ്മുടെ ആവശ്യങ്ങളായിരിക്കും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും പ്രയോറിറ്റി വരുന്നത്. ഇതേ അവസ്ഥയാണ് ഒരു ആത്മാവിന് സംഭവിക്കുന്നത്. ആത്മാവിനെ സംബന്ധിച്ചിട്ട് മോക്ഷമാണ് അൾട്ടിമേറ്റ്. ആ മോക്ഷത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവിനെ എന്താ കാണിക്കാൻ പറ്റുന്നത്? ഇറിറ്റേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുക, എനർജി വേരിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? കർമ്മബന്ധമുണ്ട്. ഈ അമ്മയുടെ മക്കളുടെ മക്കളാണ്. അമ്മ എല്ലാ വീടുകളിലും പോകുന്നു, എല്ലാ വീടുകളിലും സാന്നിധ്യം കൊടുക്കുന്നു, പല വീടുകളിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, പല നിൽക്കാൻ പറ്റില്ല. അവസാനം ഈ പറയുന്ന പയ്യനുമായിട്ട് വന്ന് കണക്റ്റായി. പിന്നീട് ഈ അമ്മ വർഷങ്ങളോളം, നിരന്തരം നീണ്ട വർഷങ്ങളോളം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്ത് പറ്റി? ഈ മകനെ സംബന്ധിച്ചിട്ട് അതൊന്നും കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല.
അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നില്ല, അത് മനസ്സിലാവുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവസാനം എന്ത് പറ്റി? വേറെ ഒന്നുമില്ല. എന്നാണോ, അതായത് ഒരു ആത്മാവ്, ഇപ്പോൾ നമ്മളെ എടുത്തു നോക്കൂ. ഇപ്പം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി, എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ടല്ലേ ഞാൻ ഓടിച്ചെല്ലുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ എന്നെ സഹായിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നെ സഹായിക്കും. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആരാണോ അവരുടെ അടുത്തോട്ടല്ലേ ഞാൻ ഓടിച്ചെല്ലുള്ളൂ. ഇത് തന്നെയാണ് ഈ ആത്മാക്കളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അവർക്ക് മോക്ഷത്തിനോട് വേണ്ടിയിട്ടോ, അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അവർക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തോട്ട് അവർ ഓടിച്ചെന്നിട്ട് അവരോട് പറയും, എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് മോക്ഷം വേണം. നിങ്ങളോട് പൈസ മുടക്കമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടല്ല ഈ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങൾക്ക് മോക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും, നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങും, നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും, ശാരീരികമായ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും. ഒരിക്കലും നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിക്കില്ല. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പ്രൊഫഷണൽ ലൈഫിൽ വളരാൻ പറ്റില്ല. ജീവിച്ചു പോവാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവാം. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ വ്യക്തി ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വിദേശത്തുള്ളൊരു വ്യക്തി കൂടിയാണ്, മനസ്സിലാവുന്നുണ്ടോ? വിദേശത്ത് ജോലി ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തി ചെയ്തു, പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു, പ്രാർത്ഥിച്ചു, കൃത്യമായി കാര്യം ചെയ്തു, മോക്ഷം കൊടുത്തു, പ്രശ്നങ്ങൾ മാറി. ഒന്ന് ആലോചിച്ച് നോക്കി. ധ്യാനത്തിന് പോകുന്നു, അവിടെ പൂജകൾ ചെയ്യുന്നു, ഇവിടെ പൂജകൾ ചെയ്യുന്നു, അങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു. ഇതൊന്നും അല്ല അതിന് കാരണം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു ബാധയാണ്, എന്ത് ബാധ? ഒരു പ്രശ്നമാണ്, എന്ത് പ്രശ്നം? മണ്ണിൻ്റെ ആണോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അങ്ങനെ തുടങ്ങിയിട്ട് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് ഇതിനിടയിൽ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ ആദ്യം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ കൺസൾട്ടേഷൻ പോവുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ തീരുമാനിക്കാവൂ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. അവർ പറയുകയാണ് ഇത് മാനസികമായ പ്രശ്നമാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അവരോട് സഹകരിച്ച് അവരുടെ കൺസൾട്ടേഷൻ എടുത്ത് കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. പക്ഷേ അവർ ഉറപ്പ് തരണം ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന്. നിങ്ങളൊരു പരീക്ഷണ വസ്തുവാക്കി മാറ്റരുത്. ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് നിങ്ങളൊരു പരീക്ഷണ വസ്തുവാക്കിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, പ്രശ്നം മാറ്റിത്തരണം. ആ പ്രശ്നം മാറ്റിത്തരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം നമ്മൾ പൈസ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിച്ചേ പറ്റൂ. അതല്ല, നിങ്ങൾ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് മാറിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളോട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കാവൂ. കാരണം ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, തെറ്റിദ്ധരിക്കപ്പെടുന്ന, ചതിക്കപ്പെടുന്ന, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകാൻ സാധ്യതയുള്ള, ഒരു പക്ഷേ കർമ്മം ചെയ്താൽ ചിലപ്പോൾ ഫലിക്കണമെന്ന് പോലുമില്ല, അങ്ങനത്തെ ഒരു മേഖലയാണ്. ഇവിടെ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ഒന്നുമില്ല ഇവിടെ സെല്ല് ചെയ്യാനും കാണിക്കാനും. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. ഏറ്റവും ഉചിതമായൊരു മാർഗം നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആവുക. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അവയർനെസ് ആവാൻ പറ്റും. അവയർനെസ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഒരു നോർമൽ ആവുക. ഒരു കുഞ്ഞ് മെഡിറ്റേഷൻ എന്തെങ്കിലും എടുത്തിട്ട് പൂർണ്ണമായ ബോധത്തിലോട്ട് പോവുക. നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം എടുക്കുക. എന്തൊരു കാര്യങ്ങളും അനുഭവങ്ങൾ വന്നാൽ മാത്രം, അതും നിരന്തരം അനുഭവങ്ങൾ വന്നാൽ മാത്രം, നിരന്തരമായ പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുത്താവൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു സ്വപ്നം കണ്ടു, ഒരു നിഴൽ കണ്ടു, ഒരു രൂപം കണ്ടു, ഒരു ശബ്ദം കേട്ടു എന്ന് കരുതിയിട്ടൊന്നും അത് നെഗറ്റീവ് പ്രശ്നങ്ങളാവണമെന്നില്ല. ഓക്കെ.